PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം, മൈൽ സ്റ്റോൺ ഡോക്യുമെൻ്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മറ്റൊരു ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ. ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ പൊട്ടക്കിണറ്റിലെ തവളകളെ കണ്ടിട്ടുണ്ടോ? എന്താണ് അവയുടെ പ്രത്യേകത? ആ കുളത്തിനകത്ത് സ്വസ്ഥമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. അതിനു പുറത്തൊരു ലോകമുണ്ടെന്നോ അവിടെ ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഉണ്ടെന്നോ അവ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ കുഴിയിൽ, ആ ഇരുട്ടിൽ, ആ കൂരിരുട്ടിൽ, ആ ചെറിയ ഇട്ടാവട്ടത്തിൽ ജീവിതം ഹോമിക്കുന്നു. എന്തിന് ഇപ്പോൾ ഇത് പറഞ്ഞെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ: പൊട്ടക്കിണറ്റിലെ തവളകളാകരുത് നിങ്ങൾ. കാലം നമുക്കായി കരുതി വച്ചിരിക്കുന്ന അവസരങ്ങൾ തിരിച്ചറിയണം. നമുക്ക് മുമ്പിൽ അവസരങ്ങളുടെ വിശാലമായൊരു ലോകം തുറക്കപ്പെട്ടിരിക്കുന്നു. ആ അവസരങ്ങൾ കണ്ടറിഞ്ഞ് അതിനുവേണ്ടി നിരന്തരം പോരാടി ആ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിതം സുന്ദരമാക്കി മാറ്റുക. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ അടിവരയിട്ട് തന്നെ പറയുന്നു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നല്ല, തുടർന്നുള്ള ക്ലാസ്സിലും. ഇത് വളരെ വിശാലമായൊരു ടോപ്പിക്കാണ്. മുമ്പ് നിങ്ങൾ പഠിച്ചതുപോലെ പഠിച്ചാൽ പോരാ, ഇച്ചിരി ഡെപ്തായി തന്നെ പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ. പൗരൻ്റെ അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് LGS ലെവൽ മുതൽ ഏറ്റവും വലിയ നമ്മുടെ സിവിൽ സർവീസ് പരീക്ഷ വരെയുള്ള എക്സാമിനേഷൻസിലെല്ലാം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ നിരവധി വരുന്നുണ്ട്. ഇത് വളരെ അത്യന്താപേക്ഷിതമാണ്, ഈ പാഠഭാഗത്തെക്കുറിച്ചുള്ള അറിവ്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് നേടാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പോലും നമ്മൾക്ക് വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. സമയം കളയുന്നില്ല, ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുന്നു. എന്താണ് മൗലികാവകാശങ്ങൾ എന്നത്? ആ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് മൗലികാവകാശങ്ങൾ 1 by 1 നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. എന്നാൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന വസ്തുതകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് പോകാം, മൗലികാവകാശങ്ങളിലേക്ക് പോകാം. Fundamental rights are basic freedom guaranteed by the Constitution to all persons without any discrimination. The basic freedoms guaranteed to the individual by the Constitution of India are called fundamental rights. ഇന്ത്യൻ ഭരണഘടന പൗരന് ഉറപ്പ് നൽകുന്ന അടിസ്ഥാന സ്വാതന്ത്ര്യം, വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അവിടെ യാതൊരു വിവേചനവുമില്ല. ഇന്ത്യൻ പൗരനാണോ അവൻ ഏത് ജാതിയിൽപ്പെട്ടതായാലും, ഏത് മതത്തിൽപ്പെട്ടതായാലും, ഏത് പ്രദേശത്ത് ജീവിക്കുന്നവനായാലും, ഏത് വിദ്യാഭ്യാസം നേടിയവനായാലും, അവർക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശങ്ങളാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത്. ആ അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളുടെ പേരാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. Fundamental rights are basic freedoms guaranteed by the Constitution to all persons without any discrimination. മറക്കാതിരിക്കുക, ഇതാണ് മൗലികാവകാശം. എന്ന് ചോദിച്ചാൽ, ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ ഈ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്താൻ കാരണമായ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. The committee report that recommended the adoption of fundamental rights
as per the Indian constitution, as a part of Indian constitution, which committee report, അല്ലെങ്കിൽ on the basis of which committee report fundamental rights are included in the constitution of India. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്, വ്യക്തമായി പഠിക്കണം, നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928, 1928 മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു നെഹ്റു കമ്മിറ്റി ഉണ്ടായിരുന്നു. 28 സ്വാതന്ത്ര്യം കിട്ടുന്നതിനൊക്കെ എത്രയോ വർഷം മുമ്പ്. ഇത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വിശാലമായ റിപ്പോർട്ടാണ്. പല 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 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മോത്തിലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിലുള്ളൊരു കമ്മിറ്റി വലിയൊരു റിപ്പോർട്ട് തയ്യാറാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിൽ ഒരു ഭാഗത്ത് ഇന്ത്യൻ പൗരന്മാർക്ക് അനുവദിക്കേണ്ട മൗലിക അവകാശങ്ങളെക്കുറിച്ചൊരു ലിസ്റ്റും ഉണ്ടായിരുന്നു. അതാണ് പിൽക്കാലത്ത് മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ചോദ്യത്തിന് ഇവിടുത്തെ പ്രസക്തി. The committee report that recommended the adoption of fundamental rights as a part of Indian constitution എന്ന് ചോദിച്ചാൽ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് 1928, 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി വളരെ ശ്രദ്ധിക്കുക, which part of Indian constitution deals with fundamental rights? Which part of Indian constitution deals with fundamental rights? മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗമേത്? ഭാഗം 3 ആണ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർട്ട് 3. ഇനി ആർട്ടിക്കിൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആർട്ടിക്കിൾസ് അതും കൂടെ ഓർത്തുകൊള്ളുക. 12 to 35, 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിൽ 3-ാം ഭാഗത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ക്ലിയറായോ? ഇനി നോക്കാം. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് അല്ലെങ്കിൽ പാർട്ട് 3 പല വിശേഷണങ്ങളുണ്ട്. സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കും. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് keystone of constitution? Fundamental rights is called as keystone of constitution. ഭരണഘടനയുടെ ആണിക്കല്ല്, കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗമേത്? 3-ാം ഭാഗം. 3-ാം ഭാഗം തീർന്നില്ല, മറ്റൊരു വിശേഷണം കൂടിയുണ്ട്. ലാംപ്സ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നാണ് നമ്മൾ എന്തിനറിയപ്പെടുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മറ്റൊരു വിശേഷണം ലാംപ്സ് ഓഫ് ലിബർട്ടി, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ. ഇനി ഒരു പ്രധാനപ്പെട്ട വിശേഷണമുണ്ട്, അതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ 3-ാം ഭാഗത്തെ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വിശേഷിപ്പിക്കപ്പെടുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? കീ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലാംപ്സ് ഓഫ് ലിബർട്ടി, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. ഇതിൽ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളത് കീ സ്റ്റോണും മാഗ്ന കാർട്ടയും, മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം വരും, എന്തുകൊണ്ട് മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നു? എന്താണ് ഈ മാഗ്ന കാർട്ട? നമുക്കതും കൂടി ഒന്ന് പറഞ്ഞു പോകാം. നോക്കൂ, ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺ. ലോകത്ത് തന്നെ പൗരന് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്ത ആദ്യത്തെ ഉടമ്പടിയുടെ പേരാണ് മാഗ്ന കാർട്ട. ഇറ്റ് ഈസ് എ റോയൽ ചാർട്ടർ ഇഷ്യൂഡ് ബൈ കിങ് ജോൺ സെക്കൻഡ് ഓഫ് ഇംഗ്ലണ്ട് അറ്റ് റണ്ണീമീഡ് മിഡോ. അതായത് എന്താണ് ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക്, വ്യക്തികൾക്ക് അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചു കൊടുത്ത ഉടമ്പടിയുടെ പേരാണ് മാഗ്ന കാർട്ട. ഇറ്റ് വാസ് സൈൻഡ് ബൈ കിങ് ജോൺ സെക്കൻഡ് ഇൻ 1215. 1215 ജോൺ രണ്ടാമൻ, കിങ് ജോൺ രണ്ടാമൻ
റണ്ണീമീഡ് എ മിഡോ ബൈ ദി തംസ് റിവർ. തംസ് നദിക്കരയിലുള്ള ഒരു മിഡോ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മൈതാനം. റണ്ണീമീഡ് മൈതാനത്ത് വെച്ച് ഒപ്പുവെച്ച ഒരു പ്രാമാണിക രേഖ, റോയൽ ചാർട്ടർ ഇഷ്യൂഡ് ബൈ കിങ് ജോൺ സെക്കൻഡ് ഓഫ് ഇംഗ്ലണ്ട് അറ്റ് റണ്ണീമീഡ് മിഡോ. ഇത്രയും ഓർമ്മിക്കുക. അതായത് ഈ ഡോക്യുമെന്റിലൂടെ തെളിയിക്കപ്പെട്ടത് എന്താണ്, പ്രസ്താവിച്ചത് എന്താണ്? കിങ് ആൻഡ് ഹിസ് ഗവൺമെന്റ് ആർ ബിലോ ദി ലോ. നിയമത്തിന് താഴെയാണ്. വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ അതുവരെ. രാജാവാണ് ഏറ്റവും വലിയ ആള്. രാജാവ് പറയുന്നതാണ് നിയമം. അതിനപ്പുറം ജനങ്ങൾക്ക് വേറെ സ്വാതന്ത്ര്യമില്ല, അവകാശങ്ങളില്ല. അത് രാജാവ് തീരുമാനിക്കും. അതിനെ മാറ്റിക്കൊണ്ട് നിയമമാണ്, നിയമാനുസൃതം പ്രവർത്തിക്കാൻ രാജാവ് ഉൾപ്പെടെയുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ്. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വന്നു ജോൺ സെക്കൻഡിന്. അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാകുന്നു. എന്താണ്? എസ്റ്റാബ്ലിഷിംഗ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺ. വാസ്തവത്തിൽ ഈ ഡോക്യുമെന്റിലൂടെയാണ് ലോകത്ത് റൂൾ ഓഫ് ലോ സ്ട്രെങ്തണായത്, ശക്തിപ്പെട്ടത്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ നിയമവാഴ്ചയ്ക്ക് കരുത്ത് പകർന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആയിരുന്നു മാഗ്ന കാർട്ട. ശരിക്കുള്ള ആദ്യത്തെ ഡോക്യുമെന്റ്. നിങ്ങൾക്ക് അല്ലാത്തൊരു ഡോക്യുമെന്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. എന്താണ്? വിച്ച് ഈസ് ദി മൈൽസ്റ്റോൺ ഡോക്യുമെന്റ് ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യാവകാശത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, UDHR, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലേ? സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 ഒപ്പുവെച്ച അല്ലെങ്കിൽ പുറപ്പെടുവിച്ച വിളംബരം. അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ പഠിക്കുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ആ ഡോക്യുമെന്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുക, ഫസ്റ്റ് ഡോക്യുമെന്റ് ഇൻ ദി വേൾഡ് ദാറ്റ് എസ്റ്റാബ്ലിഷ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ് ഓഫ് സിറ്റിസൺ, ദാറ്റ് ഈസ് മാഗ്ന കാർട്ട. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് സൈൻഡ് ബൈ ജോൺ സെക്കൻഡ് ഓഫ് ഇംഗ്ലണ്ട് ഇൻ 1215 അറ്റ് റണ്ണീമീഡ് എ മിഡോ ബൈ തംസ് റിവർ. ക്ലിയർ അല്ലേ? ഇനി ഒരാളുടെ ഒരു കോട്ടിങ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരാളുടെ വാചകം ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഇൻവേർട്ടർ കോമയിൽ കൊടുത്തിരിക്കുന്ന ഈ വാചകം ഒന്ന് ശ്രദ്ധിച്ചേ. All citizens possess fundamental rights which no government can suspend. എല്ലാ മനുഷ്യർക്കും ചില മൗലികാവകാശങ്ങളുണ്ട്. അത് തടയാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല, അവകാശമില്ല. ആരുടെ വാക്കുകൾ ഓർമ്മ വരുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട് ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള വാക്കാണത്, ആ പേരാണത്. All citizens possess fundamental rights which no government can suspend. എല്ലാ മനുഷ്യർക്കും അവരുടേതായ മൗലികാവകാശമുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്കാണ്. ജോൺ ലോക്ക് ഒരുപാട് തവണ ചോദിച്ചുള്ളൂ, ഈ പേര് മറക്കരുത്. ഇംഗ്ലീഷ് ഫിലോസഫറാണ്. ഒരു ഇംഗ്ലീഷ് ഫിലോസഫറായ ജോൺ ലോക്കറുടെ വാക്കാണ്. All citizens possess fundamental rights which no government can suspend. പരീക്ഷയ്ക്ക് ചോദിച്ച, ഈ അടുത്ത കാലത്തും പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, മറക്കാതിരിക്കുക. ക്ലിയർ അല്ലേ? നോക്കുക. The idea of fundamental rights has been taken from US Constitution, that is Bill of Rights. The idea of fundamental rights has been taken from US Constitution, that is Bill of Rights. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശം എന്ന ആശയം നമ്മൾ സ്വീകരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് USA നിന്നാണ്. US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അമേരിക്കൻ ഭരണഘടനയിൽ അതിൻ്റെ പേര് ബിൽ ഓഫ് റൈറ്റ്സ്, അവകാശ പത്രിക. അവിടുത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് കിടക്കുന്ന പോർഷനിൽ നിന്ന്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് കടം കൊണ്ടു? ഫണ്ടമെൻ്റൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്ത്യ കടം കൊണ്ടത് അമേരിക്ക എന്നാണ്. പ്രിയാമ്പിളൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പ്രിയാമ്പിള്
ജുഡീഷ്യൽ റിവ്യൂ പവർ, ഇംപീച്ച്മെൻറ്റ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആക്ടിവിറ്റീസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്, ഈ ആശയങ്ങളെല്ലാം കടം വാങ്ങിയത് USA-യിൽ നിന്നാണ്, അമേരിക്കയിൽ നിന്നാണെന്ന് പറഞ്ഞു. അതൊക്കെ ഓർത്തോളണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യ കടം വാങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, ദി ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നമ്മൾ മൗലികാവകാശങ്ങൾ കടം വാങ്ങി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ ഓഫ് റൈറ്റ്സ് അതേപടി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നടപ്പാക്കിയതല്ല, ഒരു ഐഡിയ എടുക്കുകയുള്ളൂ. ഇവിടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തയ്യാറാക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. Who was the chairman of the Committee on Fundamental Rights? Sardar Vallabhbhai Patel. So he is called the architect of Indian fundamental rights, father of Indian fundamental rights, because he was the chairman of the Committee on Fundamental Rights. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നു ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഐഡിയ കടം കൊണ്ടത് USA-യിൽ നിന്നാണെങ്കിലും നമ്മൾ നമ്മുടേതായ രീതിക്കാണ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. അതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ, ദി അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നൊക്കെ നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫാദർ ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. മറക്കാതിരിക്കുക. നോക്കൂ, മാത്രമല്ല the resolution on fundamental rights was adopted by Congress at its which session? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനമേത്? The resolution on fundamental rights was adopted by Congress at its ഏത് സെഷൻ എന്ന് ഓർമ്മ വരുന്നുണ്ടോ? കറാച്ചി സെഷൻ. കറാച്ചി സെഷൻ 1931. Chairman of such session was നമ്മുടെ ആർക്കിടെക്ട് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന സർദാർ പട്ടേൽ തന്നെയാണ്. അപ്പോൾ ദി റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വാസ് അഡോപ്റ്റഡ് ബൈ കോൺഗ്രസ് അറ്റ് ഇറ്റ്സ് കറാച്ചി സെഷൻ ഓഫ് 1931. ദി ചെയർമാൻ ഓഫ് സച്ച് സെഷൻ വാസ് സർദാർ വല്ലഭായ് പട്ടേൽ. നോക്കൂ, ഇന്ത്യൻ മൗലികാവകാശങ്ങളുടെ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ പട്ടേലായിരുന്നു. ഇന്ത്യക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആവശ്യമാണെന്ന ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയ കറാച്ചി സെഷൻ്റെ പ്രിസൈഡിങ് ഓഫീസർ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാനും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്ഹോൾഡ് ദി ഇക്വാലിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെ എല്ലാ വ്യക്തികളും സമന്മാരാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അപ്ഹോൾഡ് ദി ഇക്വാലിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽ. എല്ലാ വ്യക്തികളും തുല്യരാണ് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നു. ദി ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. ഓരോ വ്യക്തിയുടെയും അന്തസ്, ഓരോ വ്യക്തിയുടെയും തുല്യത എന്നതും തുല്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനായുള്ള അവകാശം, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് യൂണിറ്റി ഓഫ് നാഷൻ. ഇതെല്ലാം നോക്കൂ, വാസ്തവത്തിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒരു വ്യക്തിയുടെ ഇക്വാലിറ്റിക്കുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നു, ഡിഗ്നിറ്റിക്കുള്ള അവകാശം ഉയർത്തിപ്പിടിക്കുന്നു, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് യൂണിറ്റി ഓഫ് നാഷൻ. ഇതെല്ലാം എന്തിലേക്ക്? പൊതുജനങ്ങളുടെ താല്പര്യാനുസൃതം രാജ്യത്തിൻ്റെ ഐക്യത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു കാര്യമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളും തുല്യരാണെന്നും അന്തസ്സോടുകൂടി ജീവിക്കേണ്ടവരാണെന്നും ഒക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ റൈറ്റ്സ് ആണ്. ഇത് ആരും ഔദാര്യമായി നമുക്ക് തന്നതല്ല, നമ്മുടെ അവകാശമാണ്, ഭരണഘടനാപരമായ അവകാശമാണ്. ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ മെന്റ് ഫോർ പ്രൊമോട്ടിങ് ഐഡിയാസ് ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി. ഈ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ നമ്മൾ എന്താ നേടുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ്സിലൂടെ വാസ്തവത്തിൽ നമ്മുടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയാണ്, നമുക്ക് രാഷ്ട്രീയ ജനാധിപത്യമാണ്. ഓരോ മനുഷ്യരുടെയും രാഷ്ട്രീയ ജനാധിപത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതിലധിഷ്ഠിതമാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഓരോരുത്തരുടെ പൊളിറ്റിക്കൽ ഡെമോക്രസിയിലാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി നൽകുകയാണ്, രാഷ്ട്രീയ ജനാധിപത്യമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നോക്കൂ,
number of fundamental rights at present in the Indian Constitution. ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ എത്ര ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, 6. പക്ഷെ ഇങ്ങനെ ആയിരുന്നു? അല്ല. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 6 മൗലികാവകാശങ്ങളേ ഉള്ളൂ. അതിനർത്ഥം എന്താണ്? നോക്കൂ, ഒറിജിനലി ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡഡ് ഫോർ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ബട്ട് അറ്റ് പ്രസന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റഡ് ഓഫ് ഓൺലി 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ദാറ്റ് മീൻസ് 1 ഫണ്ടമെൻ്റൽ റൈറ്റ് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. മൗലികാവകാശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റിനെ എലിമിനേറ്റ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ഒഴിവാക്കി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അതെന്താണ് നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ പറയുന്നത് മുതൽ 5-6 ചോദ്യങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിലെൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഫണ്ടമെൻ്റൽ റൈറ്റ് വിച്ച് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ. നോക്കൂ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിച്ച് വാസ് എലിമിനേറ്റഡ് ഫ്രം ദി ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അല്ലെങ്കിൽ ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയിൽ നിന്ന് ഒഴിവാക്കിയ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതാണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശം. അപ്പോൾ സ്വത്തവകാശം ഇപ്പം എന്തല്ല? റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറ്റ് പ്രസൻറ്റ്. ഇറ്റ് വാസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അക്കോർഡിംഗ് ടു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിലോ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലോ നിലവിലുള്ള പ്രൊവിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിലോ എന്ത് വേണം? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കണ്ടേ? ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ ഭരണഘടനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഒഴിവാക്കാനോ നിലവിലുള്ളതിൽ മാറ്റം വരുത്താനോ കഴിയുള്ളൂ. അപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി എലിമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചോദ്യം വരില്ലേ? റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്, അല്ലെങ്കിൽ ബൈ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? ഏതു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലികാവകാശത്തിൽ നിന്ന് സ്വത്തവകാശത്തെ ഒഴിവാക്കിയത്? PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യം, ചോദിച്ച് എത്ര തവണ ചോദിച്ചിട്ടും PSCക്ക് മടുക്കാത്തൊരു ചോദ്യമാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് എലിമിനേറ്റഡ് അണ്ടർ വിച്ച് അമെൻമെൻറ്റ് ആക്ട്? പഠിച്ചോളൂ, 44th അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1978. 1978 44ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ ഒഴിവാക്കിയത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം കേട്ടോ. അറ്റ് ദാറ്റ് ടൈം ഹൂ വാസ് ദി പ്രൈം മിനിസ്റ്റർ? Who was the Prime Minister of India at the time of elimination of right to property from the fundamental rights? Morarji Desai. ആരാണ്? Morarji Desai was the Prime Minister. Who was the President of India at that time? Neelam Sanjeeva Reddy. ഈ രണ്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. Who was the President of India at the time of elimination of right to property from the fundamental rights? Neelam Sanjeeva Reddy. Who was Prime Minister? Morarji Desai. അത് നിങ്ങൾ തെറ്റൂല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 1978 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, 1977 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു നോൺ കോൺഗ്രസ് മിനിസ്റ്ററി അധികാരത്തിൽ വരുന്നത്. ജനതാ പാർട്ടി അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മൊറാർജി ദേശായി. അപ്പം മൊറാർജി ദേശായി ആണ് ആ സമയത്ത് പ്രധാനമന്ത്രി. നീലം സഞ്ജീവ റെഡ്ഡി ആ സമയത്ത് രാഷ്ട്രപതിയാണ് എന്ന് മറക്കാതിരിക്കുക. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞത്? എല്ലാവർക്കും നല്ലത് വരട്ടെ, വലിയ വിജയം ഉണ്ടാകട്ടെ. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.